ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രീതിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ബ്രീതിങ്ങിനെ ഒരു നാച്ചുറൽ പ്രോസസ്സായി കരുതി അതിന് കാര്യമായ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. എന്നാൽ സ്ട്രെസ്സും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന രീതിയും തമ്മിൽ കാര്യമായ ബന്ധമുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റിൽ ബ്രീതിങ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. The quality of your breathing is direct reflection of the quality of your mind എന്നത് വളരെ സത്യമാണ്. നമ്മൾ എങ്ങനെ ശ്വസിക്കുന്നു എന്ന് നോക്കിയാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയി, കാമായി അല്ലെങ്കിൽ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രീതിങ് വളരെ ലോങ്ങും ഡീപ്പുമായിരിക്കും. എന്നാൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴെല്ലാം നമ്മുടെ ബ്രീതിങ് വളരെ ഫാസ്റ്റും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയതുമായി മാറുന്നു. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. മരിക്കുമ്പോഴാകട്ടെ ശ്വാസം പുറത്തേക്ക് കളഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ബ്രീതിങ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അത് നമ്മുടെ സർവൈവൽ, അതിജീവനത്തിൽ മാത്രമല്ല, നമ്മുടെ ഓവറോൾ വെൽബീയിങ്, മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അതിൽ തന്നെ വേരിയസ് ഡിഗ്രീസ് ഓഫ് അലൈവ്നെസ്, വ്യത്യസ്തമായ ക്വാളിറ്റിയിലുള്ള ജീവിതമുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, നമ്മൾ എടുക്കുന്ന ശ്വാസത്തിനനുസൃതമായി നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റിയിൽ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ കരുതും നമ്മുടെ ശരീരം ആവശ്യാനുസരണം ശ്വാസം അകത്തേക്ക് എടുക്കുമെന്ന്. എന്നാൽ അതെപ്പോഴും ശരിയല്ല. നമ്മുടെ ശരീരം ചെറിയ തോതിൽ ശ്വാസം എടുക്കുന്നതിൽ അഡാപ്റ്റഡ് ആയാൽ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടാൽ പിന്നീട് ആ ഒരു രീതിയിൽ തന്നെ ശ്വസിക്കുന്നത് അത് ശീലമാക്കുന്നു. നമ്മുടെ അതിജീവനത്തിന് അല്ലെങ്കിൽ സർവൈവലിന് ആവശ്യമായ എയർ മാത്രം നമ്മുടെ ശരീരം അകത്തേക്ക് എടുക്കാൻ തുടങ്ങുന്നു. ഏറ്റവും ഒപ്റ്റിമലായ, മികച്ച അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായ ഒരു ബ്രീതിങ് ആയിരിക്കുകയില്ല അത്. ഇതിനെ ഷാലോ ബ്രീതിങ് എന്ന് വിളിക്കുന്നു. അധികം ഡീപ്പല്ലാത്ത ബ്രീതിങ് ആയിരിക്കും ഇത്. ഇങ്ങനെയുള്ള ബ്രീതിങ് മൂലം കൈകളും പാദങ്ങളും തണുത്തതായി അനുഭവപ്പെടുന്നു, ശ്രദ്ധക്കുറവുണ്ടാകുന്നു, ക്ഷീണം തോന്നുന്നു, അതുപോലെ വ്യക്തത കുറവും മറ്റും അനുഭവപ്പെടുന്നു. മികച്ച രീതിയിൽ ശ്വസിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശാന്തതയും ഉന്മേഷവും കൊണ്ടുവരുന്നു. ബ്രീതിങ് നല്ലൊരു ഹീലിംഗ് ടൂളാണ്. ഫിസിയോളജിക്കലി, ശാരീരികമായ തലത്തിൽ നോക്കുമ്പോൾ ഇഫക്റ്റീവ് ബ്രീതിങ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതുമൂലം നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, BP ലോ ആകുന്നു, ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം നല്ല രീതിയിൽ നടക്കുന്നു, ബോഡി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്ലോ ഡൗൺ ചെയ്യുന്നു. സൈക്കോളജിക്കലി മികച്ച ബ്രീതിങ് നമ്മളെ ശാന്തരാക്കുന്നു, നമ്മളെ സ്ട്രെസ്ഫുള്ളായ ചിന്തകളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മുടെ മാനസികമായ ക്ഷേമത്തെ വർദ്ധിപ്പിക്കുന്നു. ഇമ്മീഡിയറ്റായ ഒരു റിലീഫ് മാത്രമല്ല മികച്ച ബ്രീതിങ് നമുക്ക് തരുന്നത്. നിരന്തരമായി ബ്രീതിങ് ടെക്നിക്സ് പരിശീലിക്കുന്ന വ്യക്തികളുടെ തലച്ചോറിൽ പെർമനൻ്റായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മൂലം സ്ട്രെസ്സിനെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. ദിവസവും 5 തൊട്ട് 10 മിനിറ്റ് വരെ ബ്രീതിങ് ടെക്നിക്സ് പരിശീലിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. സ്ട്രെസ് മാനേജ്മെന്റിനും അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയുടെ സിംറ്റംസ് കുറയ്ക്കുവാനും ഉറക്കക്കുറവ്, PTSD, BP, പൾമണറി ഡിസീസസ് എന്നിവയെ കൈകാര്യം ചെയ്യുവാനും ഇത് വളരെയധികം സഹായകരമാണ്. സ്ട്രെസ്ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ്, ഉദാഹരണമായി എക്സാം അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നിവ, അതുപോലെ ഒരു ആക്ടിവിറ്റിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നതിന് മുൻപുമെല്ലാം അല്പനേരം ബ്രീതിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ചില ബ്രീതിങ് ടെക്നിക്സിനെ കുറിച്ച് ഇനി പറയാം. ആദ്യമായി, ഫോളോയിങ് യുവർ ബ്രെത്ത്. ശ്വസിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ശ്വാസം അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന സെൻസേഷൻ, തൊണ്ടയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്ങും മറ്റും ആദ്യം ശ്രദ്ധിക്കാം. അതിനുശേഷം ശ്വസിക്കുമ്പോൾ നെഞ്ചിനും വയറിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. അറിയാതെ പല ചിന്തകളിലേക്കെല്ലാം വഴുതി വീഴുമ്പോൾ തിരിച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. രണ്ടാമതായി, അബ്ഡോമിനൽ ബ്രീതിങ്. ഇതിനെ ബെല്ലി ബ്രീതിങ്, ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്നെല്ലാം പറയാറുണ്ട്.
വളരെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ബ്രീതിങ് ടെക്നിക്കാണിത്. ഇത് BP കുറയ്ക്കാനും PTSDക്കും സ്ട്രെസ് കൈകാര്യം ചെയ്യാനുമെല്ലാം ഗുണപ്രദമാണ്. ഒരു കൈ നെഞ്ചിലും ഒരു കൈ വയറിലും വയ്ക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയറ് പരമാവധി വീർപ്പിക്കുക, നെഞ്ചും വികസിപ്പിക്കുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ വയറ് അകത്തേക്ക് കൊണ്ടുവരാം, നെഞ്ച് ചുരുക്കാം. ഈ സ്റ്റെപ്സ് അല്പനേരം തുടർന്നുകൊണ്ടിരിക്കുക. മൂന്നാമതായി 2:1 ടെക്നിക്ക്. ഇവിടെ 4 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, ഇൻഹെയിൽ ചെയ്യുക. അതിനുശേഷം 8 വരെ എണ്ണിക്കൊണ്ട് പുറത്തേക്ക് കളയുക. ഇത് സ്ട്രെസ് കൈകാര്യം ചെയ്യാൻ വളരെയധികം ഉപകാരപ്രദമായൊരു ടെക്നിക്കാണ്. നാലാമതായി ഓൾട്ടർനേറ്റ് നോസ് ടെക്നിക്ക്. ഇതിൽ ഒരു നാസാദ്വാരത്തിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, മറ്റേതിലൂടെ പുറത്തേക്ക് കളയുക. ഒരു നാസാദ്വാരം ഉപയോഗിക്കുമ്പോൾ മറ്റേത് വിരൽ കൊണ്ട് അടച്ചു വെക്കുക. ഇങ്ങനെ അല്പനേരം ശ്വസിക്കുന്നത് തുടരാം. അഞ്ചാമത്തെ ഒരു ടെക്നിക്ക് എന്നത് തിങ്കിങ് റീഅഷ്യൂറിംഗ് തോട്ട്സ്. ഇവിടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നല്ല ചിന്തകൾ കൊണ്ടുവരാം. ഉദാഹരണമായി, ഞാൻ ശാന്തിയും സമാധാനവും അകത്തേക്ക് എടുക്കുന്നു എന്ന് ചിന്തിക്കാം. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ പുറത്തേക്ക് പോകുന്നതായി കാണാം. ഉദാഹരണമായി, എൻ്റെ സ്ട്രെസ് അല്ലെങ്കിൽ ദേഷ്യം ഞാൻ പുറത്തേക്ക് കളയുന്നു. ഇത് അല്പനേരം തുടരുക. ആറാമതായി ബോക്സ് ബ്രീതിങ്. ഈ ടെക്നിക്ക് രക്തയോട്ടം കൂട്ടുവാനും ശരീരത്തെ ശുദ്ധീകരിക്കുവാനും ഗുണകരമാണ്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ 4 വരെ എണ്ണുക. അതിനുശേഷം 4 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം പിടിച്ചു വയ്ക്കുക, ഹോൾഡ് ചെയ്യുക. അടുത്തതായി 4 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് കളയുക. അവസാനം 4 വരെ എണ്ണി പോസ് ചെയ്യുക. ഈ സ്റ്റെപ്സ് കുറച്ച് പ്രാവശ്യം തുടരുക. അവസാനമായി പറയുന്നൊരു ടെക്നിക്ക് എന്നത് 4-7-8 ടെക്നിക്ക്. ഈ ടെക്നിക്ക് സ്ട്രെസ്സിനും ഉറക്കക്കുറവിനുമെല്ലാം ഗുണകരമാണ്. ഇത് ചെയ്യുമ്പോൾ നാവ് മുകളിലെ പല്ലുകളുടെ നിരയുടെ പിന്നിൽ ചേർത്ത് വയ്ക്കുക. ഇനി ശ്വാസം ഇൻഹെയിൽ ചെയ്യുമ്പോൾ 4 വരെ എണ്ണുക. അതിനുശേഷം 7 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം പിടിച്ചു വയ്ക്കുക. അവസാനം 8 വരെ എണ്ണിക്കൊണ്ട് വായയിലൂടെ ശ്വാസം എക്സ്ഹെയിൽ ചെയ്യുക. ഇങ്ങനെ 4 തവണ തുടരുക. ഇതിലെ ഗുണകരമായും എളുപ്പമായും തോന്നിയ ചില ബ്രീതിങ് ടെക്നിക്സ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ മൈൻഡ് വാണ്ടറിങ് അല്ലെങ്കിൽ പലവിധ ചിന്തകളിൽ നമ്മുടെ മനസ്സ് അറിയാതെ പോകുന്ന ആ ഒരു പ്രവണതയെ കുറയ്ക്കുവാനും സാധിക്കും. ഇതുമൂലം നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയും അതുപോലെ കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ വെൽബീയിങ് അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രീതിങ്ങിനെ കൂടുതലായി ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം.